ഒരു 20 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വളരെ കോമൺ ആയി കാണപ്പെടുന്ന ഒരു അസുഖമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കലുണ്ട്, ഈ കൊളസ്ട്രോൾ നേരത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൊളസ്ട്രോൾ ആണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോന്നൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിന് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ എന്ന് പറയാൻ ആയിട്ട് ഇല്ല. പക്ഷേ ചിലവരിൽ ചില ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണിക്കും. എല്ലാവരിലും കാണിക്കുന്ന എന്നാൽ കൊളസ്ട്രോൾ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൊളസ്ട്രോളിൽ ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും തന്നെ ഇപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ച് നല്ല അറിവുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ട്, മോശം കൊളസ്ട്രോൾ ഉണ്ട്. HDL ആണ് നല്ല കൊളസ്ട്രോൾ, LDL മോശം കൊളസ്ട്രോൾ ആണ്, ട്രൈഗ്ലിസറൈഡ്സും മോശം കൊളസ്ട്രോൾ ആണ്. ഇതിന് തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആണ് നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്. അതായത് രക്തക്കൊഴലുകൾ അടയുന്ന രീതിയിലുള്ള കൊഴുപ്പുകൾ ഉണ്ടാക്കാം, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കാരണമാവുന്നത് ഈ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഈ LDLും ട്രൈഗ്ലിസറൈഡ്സും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആദ്യം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ നോക്കാം. ഒന്ന്, അമിതമായിട്ടുള്ള ക്ഷീണമാണ്. നിങ്ങൾക്ക് നേരത്തെക്കാളും ഇപ്പം അമിതമായി ക്ഷീണം തോന്നുന്നുണ്ട് എങ്കിൽ അത് മേ ബി കൊളസ്ട്രോൾ കൊണ്ടുണ്ടാകാം. ഈ അമിത ക്ഷീണം കൊളസ്ട്രോൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു കാര്യമല്ല. അപ്പം നമുക്ക് ഈ ക്ഷീണം കൊണ്ട് മാത്രം അത് കൊളസ്ട്രോൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്കറിയാം, PCOD ഉണ്ടെങ്കിൽ, PCOS ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തക്കുറവുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അങ്ങനെ പല പല രോഗത്തിനും ഈ അമിതമായിട്ടുള്ള ഫാറ്റിക് അല്ലെങ്കിൽ ക്ഷീണം എന്ന് പറയുന്ന ഒരു ലക്ഷണമായിട്ട് കാണിക്കലുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും കാണിക്കുന്ന ഒരു ലക്ഷണം മടുപ്പ്, ഒരു ക്ഷീണം, അതാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ലക്ഷണം എന്ന് പറയാം. രണ്ടാമത്തെ ഒരു ലക്ഷണം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ചെറിയ പണി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്യുന്ന അതേ പണി ഇപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, കിതപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക എന്നുള്ളതാണ് വേറൊരു സിംറ്റം. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് കുനിഞ്ഞ് നിവരുമ്പോഴൊക്കെ നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് കിതപ്പാണ്. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ വേഗത്തിൽ കിതയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ആദ്യമുള്ളതിനേക്കാൾ കിതപ്പ് നമുക്ക് ഇപ്പം അനുഭവപ്പെടാം. നമ്മൾ കുന്നൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിതച്ചിട്ട് ഒരടി അനങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമ്മൾ ഏങ്ങി ശ്വാസം വലിക്കുകയാണെങ്കിൽ അതും കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ കിതപ്പും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊളസ്ട്രോളിൽ മാത്രമല്ല കാണാം, നമുക്ക് മറ്റ് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ കിതപ്പും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇനി അടുത്തൊരു ലക്ഷണം ആൻജൈന എന്നാണ് നമ്മൾ മെഡിക്കൽ ടൈമിൽ പറയാം. അതായത് പെയിൻ, വേദന. നമ്മുടെ ഹാർട്ടിൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടാം. നമുക്കറിയാം, ഒരു ഇടതു ഭാഗത്തോട് ചേർന്നിട്ടാണ് ഹാർട്ട് ഉണ്ടാവുക. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊരു വേദന പോലെ അനുഭവപ്പെടാം. നമ്മൾ ഓർക്കും, ദൈവമേ അറ്റാക്ക് ആണോ എന്നൊക്കെ ഓർക്കും. അങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് ഇടയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. മറക്കാണ്ട് അല്ലെങ്കിൽ മാറ്റി വെക്കാണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് എക്സാന്തോമസ് എന്ന് നമ്മൾ മെഡിക്കലി പറയും. അതായത് യെല്ലോയിഷ് ഡിപ്പോസിറ്റ് ഉണ്ടാവുക നമ്മുടെ കാൽമുട്ടിൽ, കൈമുട്ടിൽ, ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത്, ഈ കോർണറിലൊക്കെ ഒരു യെല്ലോ കളറിൽ ഒരു കുത്തുപോലെ അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ ഉണ്ടാവുക. അതും കൊളസ്ട്രോൾ അമിതമായി കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. ഇനി വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുക, കൈകാലുകളിൽ വേദന അനുഭവപ്പെടുക. ഇതും രക്തയോട്ടം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. ഓക്സിജൻ നന്നായിട്ട് ക്യാരി ചെയ്യുന്നില്ല, രക്തയോട്ടം നന്നായിട്ട് നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ രണ്ട് കൈകളിലും അതുപോലെ പ്രത്യേകിച്ച് കാലുകളിൽ കൂടുതലായിട്ടും തരിപ്പ് അനുഭവപ്പെടുക, വേദന അനുഭവപ്പെടുക. അങ്ങനെ വേദനയും തരിപ്പും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതും കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമാണ്. അമിതമായിട്ട് BP ഉള്ളവർക്ക് കൊളസ്ട്രോൾ കാണാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് BP അമിതമായിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കൊളസ്ട്രോളും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് വേദന അനുഭവപ്പെടാം. ഈ ശരീരത്തിൻ്റെ പല ഭാഗത്ത് വേദന അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരിക്കും കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ ബ്ലഡ് സർക്കുലേഷൻ കുറവായത് കൊണ്ടാണ് നമുക്ക് ഈ മരവിപ്പും അതുപോലെ വേദനയൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അമിതമായിട്ടുള്ള ക്ഷീണം, അമിതമായിട്ടുള്ള തളർച്ച, മടുപ്പൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്.
ഈ അമിതമായിട്ടുള്ള ക്ഷീണവും മടുപ്പും തളർച്ചയൊക്കെ ഉണ്ടാവുന്നത് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടറീസിന്, അതായത് രക്തക്കുഴലുകളിന് ഓക്സിജൻ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അമിതമായിട്ടുള്ള എക്സേഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക. നമ്മൾ ചെറിയ എന്തെങ്കിലും പണിയെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി എടുക്കുന്ന വീട്ടുപണിയാണെങ്കിൽ പോലും നമ്മൾ കൊളസ്ട്രോൾ കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ഭാരമായിട്ട് തോന്നും. എന്തോ നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവും. അതായത് നമ്മൾ മടുക്കും. ചെറിയ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അമിതമായിട്ടുള്ള മടുപ്പ് അനുഭവപ്പെടും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയാം. ഇനി കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്, ഇല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണ് എങ്കിൽ അധികം വർക്കൊന്നും ചെയ്യാണ്ട് രാവിലെ ഫോണിൽ കുത്തിയിരുന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുകളിൽ കയറി വീണ്ടും നമ്മൾ കിടന്നുറങ്ങി, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും കയറി കിടന്നുറങ്ങി, വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഫോണൊക്കെ നോക്കി കിടന്നുറങ്ങി, അങ്ങനെ ഒരു സെഡൻഡറി ലൈഫാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ബേക്കറി നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എണ്ണപ്പലഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, വറുത്തതും പൊരിച്ചതും നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഇറച്ചി മീനൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, പാലും പാലുൽപ്പന്നങ്ങളും പാൽപ്പാടയൊക്കെ കളയാണ്ട് നല്ല കട്ടിയുള്ള പാല് ഒക്കെ ധാരാളം കഴിക്കുന്നുണ്ട് എങ്കിൽ, ജങ്ക് ഫുഡ് ധാരാളം കഴിക്കുന്നുണ്ട്, ഏത് നേരം പുറത്തുനിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ദിവസം എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കുക. എന്തെല്ലാം ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലാബ് ടെസ്റ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് കൊളസ്ട്രോൾ ഏകദേശം ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ പിടിപെടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാവും. വേറൊരു മെയിൻ കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം കൂടാനുള്ള ഒരു മെയിൻ കാരണം എക്സസൈസ് ഇല്ലാത്തതാണ്. എക്സസൈസ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈഗ്ലിസറൈഡ്സ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ ദിവസവും എക്സസൈസ് ചെയ്യാം. ശരീരം നല്ല രീതിയിൽ വേർക്കുന്ന രീതിയിൽ വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. അത് വെറുതെ നടത്തമാവാം, അല്ലെങ്കിൽ ഓടുന്നയാവാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ശരീരം നന്നായിട്ട് വേർക്കണം. ഈ പറഞ്ഞ പോലെ ശരീരം വേർക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷം നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യും തോറും കൂടുതലായിട്ട് കൊഴുപ്പടിയാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. കൂടാണ്ട് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യാം, അമിതമായി ഫുഡ് ഇൻടേക്ക് ചെയ്യാണ്ടിരിക്കാം. കുറേ വറുത്തതും പൊരിച്ചതും ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഹെവി ആയിട്ടുള്ള മീൽസ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും എനർജീൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത്രയും കൊഴുപ്പിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ കൊളസ്ട്രോളിൽ ഇത് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ മോശം കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല കൊളസ്ട്രോൾ കൂട്ടുക എന്നുള്ളത്. ചിലവർക്ക് മോശം കൊളസ്ട്രോൾ ഉണ്ട്, നല്ല കൊളസ്ട്രോൾ വളരെ കുറവായിരിക്കും. ചിലവർക്ക് മോശം കൊളസ്ട്രോൾ ഇല്ലെങ്കിലും നല്ല കൊളസ്ട്രോൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ആ സാഹചര്യവും നമ്മൾ പേടിക്കണം. നല്ല കൊളസ്ട്രോളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമുക്ക് വേണ്ട വിറ്റാമിൻസ് ഒക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ കൊഴുപ്പ് ആവശ്യമാണ്. നമുക്ക് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ നമ്മുടെ ശരീരം സംരക്ഷിക്കണമെങ്കിൽ എല്ലാം ഈ കൊഴുപ്പ് ആവശ്യമാണ്. കൊഴുപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നല്ല കൊളസ്ട്രോള് ശരീരത്തുണ്ട് എന്ന് ഉറപ്പാക്കുകയും കൂടി വേണം. അതുപോലെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് മുട്ട തിന്നാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത്. ഞാൻ പൂർണ്ണമായിട്ടും പറയാം, മുട്ട തിന്നാൽ കൊളസ്ട്രോൾ കൂടില്ല. പക്ഷേ അതെങ്ങനെ തിന്നണം എന്നുള്ളതാണ് വേറൊരു കാര്യം. മുട്ട നമ്മൾ വറുത്തും പൊരിച്ചും ഒക്കെ തിന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും. പുഴുങ്ങി മുട്ട കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല, ഇല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് ഒക്കെ ആയിട്ട് കഴിക്കുന്നതിലും യാതൊരു പ്രശ്നമില്ല. എണ്ണ ഒഴിച്ച് വറുത്തും ബുൾസൈ ആക്കി ഒന്നും കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം കൊളസ്ട്രോൾ ഉള്ളവർ ഏത് പ്രായക്കാരാണെങ്കിലും, എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സ് തൊട്ട് ഇപ്പം ഇങ്ങോട്ട് ഉള്ള പലരിലും കൊളസ്ട്രോൾ കാണുന്നുണ്ട്. ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൂടുതലും അരിയാഹാരമാണ് കഴിക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ അരിയാഹാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പലരും അത് മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുന്ന പോലെ തന്നെ അരിയാഹാരം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അരിയാഹാരം കൂടുതലായിട്ട് കഴിച്ചാലും കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. ചീത്ത കൊളസ്ട്രോളിനുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. എന്നും എക്സസൈസ് ചെയ്യാം. ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ ഭക്ഷണത്തിന് ശേഷം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ട്, അമിതമായിട്ട് കിതപ്പ്, ക്ഷീണം, മടുപ്പ്, അല്ലെങ്കിൽ എക്സാന്തോസിസ്, അതായത് യെല്ലോ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു യെല്ലോ ഡിസ്കളറേഷൻ ഒക്കെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തോ നമ്മുടെ മുട്ടിലൊക്കെ കുറച്ച് കട്ടിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തൊരു വേദനയൊക്കെ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ബി പി ഷുഗറും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. ഈ കൊളസ്ട്രോൾ വർഷത്തിലൊന്ന് ചെക്ക് ചെയ്താൽ പോരാ, 6 മാസത്തിലൊന്നെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം 6 മാസത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ 6 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ വന്ന് കാണലുണ്ട്. നമ്മൾ ഓർക്കും നമുക്ക് കൊളസ്ട്രോൾ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ കുറച്ച് വറുത്തതും പൊരിച്ചതും എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളും ബേക്കറിയൊക്കെ കുറച്ച് കഴിക്കും. അപ്പോഴത്തേക്കും ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊളസ്ട്രോൾ വന്നിട്ടുണ്ടാവും. ഞാനിത് പറയാൻ കാരണം ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. എൻ്റെ ഒരു പേഷ്യൻ്റ് ആദ്യം ഒരു 6 മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടറെ അപ്പോൾ പിന്നെ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഒരു കുറച്ച് മിതമായ രീതിയിൽ ഒന്നും കഴിക്കുന്നതിൽ വിഷയമില്ല എന്ന് പറഞ്ഞു. പോയതാണ്. പിന്നെ മരുന്നെല്ലാം എടുത്തൊരു 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ക്ഷീണവും മടുപ്പും തളർച്ചയൊക്കെ. ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇപ്പം അല്ലേ നമ്മൾ ചെക്ക് ചെയ്തേ, നിങ്ങളല്ലെങ്കിലും ഡോക്ടേഴ്സ് ഇങ്ങനെ വെറുതെ ടെസ്റ്റ് എഴുതുവാണ് എന്നൊക്കെ പറഞ്ഞ് പോയി ചെക്ക് ചെയ്ത് വരുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വർഷത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.